ദിവസവും നാടനായാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. എനിക്ക് വെറൈറ്റീസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തായ് സ്റ്റൈലിലുള്ള ഒരു സീ ഫുഡ് കറിയാണ്. നമ്മുടെ തേങ്ങാപ്പാലും നമ്മുടെ വീട്ടിലുള്ള കുറേ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് തായ് സ്പൈസസ് ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാനിപ്പോൾ പക്ക തായ് ഒരു സീ ഫുഡ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പം കുറച്ച് ഒരു 250 ഗ്രാം ചെമ്മീൻ, ഒത്തിരി വലുതൊന്നുമല്ല, മീഡിയം സൈസ് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്ക്വിഡ്സ്, അതായത് നമ്മുടെ കണവ ക്ലീൻ ചെയ്ത് വട്ടത്തിലരിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ കക്കയിറച്ചി, നല്ല വെള്ള കക്കയാണ് ഇവിടെ കിട്ടുന്നത്, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ചുമന്നുള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഓയില്, പിന്നെ ഫിഷ് സോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഫിഷ് സോസ് 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ, അതിൻ്റെ ഗ്രീൻസും ആ വൈറ്റ് പോർഷനും എല്ലാം കൂടെ നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു കെട്ടോളം സ്പ്രിംഗ് ഒണിയൻ, പിന്നെ നല്ല പച്ചമുളക്, പിന്നെ ഇത് തുളസി ഇലയാണ്, ബേസിൽ ലീവ്സ്. ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിലാണ്, തുളസിയാണ്. പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലെമൺ ലീവ്സാണ്, നാരങ്ങ ലീവ്സാണത്, അത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് തായ് ഇതിൽ. പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ട്. അതിന് ഞാൻ നമ്മുടെ മല്ലിയിലയുടെ തണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5 കഷ്ണം, പിന്നെ ഇഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഗളങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇഞ്ചി, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകം ഒരു 1/2 ടീസ്പൂൺ അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലെമൺ ഗ്രാസ്, ഈ ലെമൺ ഗ്രാസിൻ്റെ 3 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഈ ലെമൺ ഗ്രാസും ഗളങ്ങളും ഈ ലെമൺ ലീവ്സുമാണ് നമുക്ക് നാട്ടിൽ കിട്ടാത്തത്. അതിപ്പോൾ പക്ഷേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത് കിട്ടും. അതാണ് മെയിൻ ഇതിൻ്റെ തായ്, അതിൻ്റെ സ്പൈസസ്, അതിൻ്റെ ഹെർബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിഷ് സോസ്, ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ ഒരു കാര്യം മറന്നുപോയി, തേങ്ങാപ്പാലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ തായ് കറിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കേരള രീതിയോട് കുറച്ചും കൂടെ സാമ്യമുള്ളതാണ് തായ് ഡിഷസ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക, പറ്റുന്നവരിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് യൂട്യൂബിൽ കൂടെ തന്നെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ്, എന്ത് കമൻസ് ആണെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ അറിയിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ തായ് മിക്സ്ഡ് സീ ഫുഡ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കോൺ ഓയിലാണ്. പിന്നെ കുറച്ചും കൂടെ തായ് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ കപ്പലണ്ടി എണ്ണ, പീനട്ട് ഓയിലാണ്, അല്ലെങ്കിൽ സെസമി ഓയിലും നല്ലതാണ്. പിന്നെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് തായ് ഇഞ്ചി, അതായത് ഗളങ്ങൾ, പിന്നെ വെളുത്തുള്ളി, മല്ലിയിലയുടെ തണ്ട്, ജീരകം ഒരു പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ട്, പിന്നെ അതായത് ലെമൺ ഗ്രാസ്, ഗളങ്ങൾ എന്ന് പറഞ്ഞാൽ തായ് ഇഞ്ചിയാണ്, വേറൊന്നുമല്ല. വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകമല്ല, നല്ല ജീരകം, പിന്നെ നമ്മുടെ മല്ലിയിലയുടെ തണ്ട്, ഇതെല്ലാം കൂടെ, പച്ചമുളക്, ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്ത് മൂപ്പിച്ച് പകുതി ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളി മതി. ഇപ്പം ഞാൻ ഇതിനകത്ത് ഫിഷ് പീസസ് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇനി സീ ഫുഡ് വെറൈറ്റീസ് ആയിട്ട് ഫിഷ് നല്ല മുള്ളില്ലാത്ത ദശകഷ്ണം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു പീസ് ഞണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ, പിന്നെ നല്ല ലോബ്സ്റ്ററിൻ്റെ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു മിക്സ് സീ ഫുഡ് കറി കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് വെറൈറ്റി ഫിഷും ബാക്കി സീ ഫുഡ് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ചെമ്മീൻ മാത്രമായിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അത് ചെമ്മീൻ പ്രോൺസ് തായ് കറി എന്ന് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഫിഷ് ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ ഈവൻ ചിക്കനും ഇതുപോലെ ഉണ്ടാക്കാം. ബോൺലെസ് ചിക്കനും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ സീ ഫുഡ് വേണ്ട, ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ആ സീ ഫുഡിന് പകരം നല്ല ബോൺലെസ് ചിക്കൻ പീസസ് ആഡ് ചെയ്താൽ മാത്രം മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, അങ്ങനെ മൂക്കൊന്നും വേണ്ട, ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ അരച്ച് വെച്ച പേസ്റ്റ് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല പച്ച കളറിലിരിക്കുന്ന
പേസ്റ്റാണ്. ഇതിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് വന്നാൽ മതി. എന്നിട്ട് ഒരുമാതിരി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് തായ്, ഞാൻ പറഞ്ഞില്ലേ തായ് ഡിഷ്. നമ്മുടെ കറിവേപ്പിലൊക്കെ പോലെയാണ് അവർ ലെമൺ ലീവ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ കുറേ സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ നല്ല കാന്താരി മുളകൊക്കെ അവർ നന്നായിട്ട് യൂസ് ചെയ്യും. ഇതിന് വേണമെങ്കിൽ നമുക്ക് കാന്താരി മുളകും ആഡ് ചെയ്യാം, നോർമൽ ചില്ലിക്ക് പകരം. പിന്നെ ഈ അരപ്പൊന്ന് വഴന്ന് വരട്ടെ. അരപ്പൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ കല്ലുപ്പ്. അപ്പം ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി. എന്നുവെച്ചാൽ നമ്മൾ ഫിഷ് സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഫിഷ് സോസിന് നല്ല ഉപ്പ് രസമുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഞാൻ കല്ലുപ്പാണ്, ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കുക്കിങ്ങിൽ കൂടുതൽ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഹെൽത്തി വേർഷനിൽ വേണ്ടിയിട്ട്. നിങ്ങൾക്കും പറ്റുന്നവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരുന്നു. സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ് കല്ലുപ്പ്. ഇതൊക്കെ വഴന്നു വന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഫിഷ് സോസ് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ സീ ഫുഡെല്ലാം, അതായത് ചെമ്മീൻ, കൂന്തൽ, കക്കയിറച്ചി, ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറണം. എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. ആ കക്കയിറച്ചി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഷെല്ലിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുമോ, നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിനൊന്നും അധികം കുക്കിംഗ് ടൈം ഇല്ല, അതുകൊണ്ട് അധികം വേണ്ട. ജസ്റ്റ് ഒന്ന് നല്ല ഹൈ ഹീറ്റിൽ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിനകത്തോട്ട് എളുപ്പം ആഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, അതിൻ്റെ കളറൊക്കെ പതുക്കെ, അതിൻ്റെ ചെമ്മീൻ്റെ വാലൊക്കെ കറക്റ്റ് ചെറുതായിട്ട് ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നാരങ്ങയുടെ ഇല, മല്ലിയില, ഇതിനകത്തൊക്കെ കിടന്ന് വേണം, ഇതിൻ്റെ ഫ്ലേവറിൽ കിടന്നിട്ട് വേണം ഇതെല്ലാം വെന്ത് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് നമുക്ക് ഗാർണിഷിന് മാറ്റി വെക്കാം ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, ഇതും കുറച്ച് നമുക്ക് മാറ്റി വെക്കണം ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഇത് വേവേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ച് എടുക്കാം. ഞാൻ കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് കഴുകി അങ്ങ് ഒഴിക്കാം. അപ്പം പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് തിക്നെസ്സിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഒത്തിരി ഗ്രേവി വേണ്ട ഈ കറിക്ക്. എന്നാൽ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറിയായിരിക്കണം. അപ്പോൾ എല്ലാം ആഡ് ചെയ്തു. ഇനി ഞാനിതിപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ തായ് കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു കാര്യം വിട്ടുപോയി, അതായത് ചെറുനാരങ്ങയുടെ നീര്, ഒരു 1/2 ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് നമുക്ക് ലാസ്റ്റും കൂടെ ചേർക്കാനുണ്ട്. മിക്സ് ചെയ്യാം. ഇത് കുക്കായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ്സ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ അടുപ്പ്. ഉണ്ടോ, സീ ഫുഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. മസിൽസൊക്കെ, അതായത് നമ്മുടെ കക്കയിറച്ചി നല്ല കണ്ടോ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് വെന്തെന്ന് മനസ്സിലാവുന്നത്.
ഇത് നല്ല അടഞ്ഞായിരുന്നിരുന്നത്. ഇപ്പോൾ അതിങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇത് സീ ഫുഡൊക്കെ കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് നല്ല ഗാർലിക് റൈസാണ്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ പച്ചരിച്ചോറ്, പക്ഷേ കുറച്ച് ഗാർലിക്ക് സോട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് എടുക്കണം. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ച് പിന്നെ മറ്റേത് കുറച്ച് ഇവിടെ നമ്മൾ കുറച്ച് ചുവന്ന മുളകും ബേസിൽ ലീവ്സും ഒക്കെ തുളസിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ തായ് സീ ഫുഡ് കറി റെഡി ആയിട്ടുണ്ട്.